രോഗബാധയെന്ന് സംശയം. കാക്കനാട് DLF ഫ്ളാറ്റിൽ 350 പേർ ചികിത്സ തേടി. 25 കുട്ടികൾക്കും രോഗബാധ. ജലസാമ്പിൾ ശേഖരിച്ച് ആരോഗ്യവകുപ്പ് അധികൃതർ. CPM സംസ്ഥാന സമിതി യോഗം ഇന്നു മുതൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി ചർച്ച ചെയ്യും. JDSന്റെ നിർണായക യോഗം ഇന്ന്. ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് വയനാട്. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ഉയർത്തുക ലക്ഷ്യമെന്ന് UDF ജില്ലാ നേതൃത്വം. ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കാൻ ഇടതുപക്ഷം. കെ രാധാകൃഷ്ണൻ ഇന്ന് നിയമസഭാംഗത്വം ഒഴിയും. രാജിക്കത്ത് സ്പീക്കർക്ക് കൈമാറും. ജോസ് കെ മാണി, PP സുനീർ, ഹാരിസ് ബീരാൻ എന്നിവർ രാജ്യസഭയിലേക്ക്. പശ്ചിമബംഗാളിലെ ട്രെയിൻ അപകടത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. അപകട കാരണം ചരക്ക് തീവണ്ടിയിലെ ലോക്കോ പൈലറ്റിന്റെ പിഴവെന്ന റിപ്പോർട്ട്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കാസർഗോഡ് ചിറ്റാരിക്കലിലെ മോർഫിംഗ് കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ അടക്കം നഗ്നചിത്രങ്ങൾ നിർമ്മിച്ചതായി വിവരം. ചിത്രങ്ങൾ മോർഫ് ചെയ്തത് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്.